എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം നടപ്പിലാക്കിയ സന്ദർഭമാണ് രാവണന്റെ വധം. അദ്ദേഹത്തിന്റെ ആ വലിയ കാലഘട്ടത്തിലെ ജീവിതത്തിന് ശേഷം അദ്ദേഹം രാമബാണമേറ്റ് മോക്ഷാവസ്ഥയെ പ്രാപിച്ച രംഗത്തെയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത്. രാവണന്റെ വധത്തെ നമുക്കിന്ന് അനുസ്മരിക്കാം. മേഘനാഥൻ അല്ലെങ്കിൽ ഇന്ദ്രജിത്ത് അദ്ദേഹം ലക്ഷ്മണന്റെ അസ്ത്രമേറ്റ് മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് രാവണന് പരാജയ ഭീതി ഉണ്ടായത്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, ഇന്ദ്രജിത്തിന് സാധിക്കും രാമനെ വധിക്കാൻ, ലക്ഷ്മണനെ വധിക്കാൻ എന്നുള്ളത്. ഇന്ദ്രജിത്ത് ചെന്നാൽ ഉടനെ തന്നെ ഈ യുദ്ധം അവസാനിക്കും എന്നാണ് രാവണന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കണക്കുകൂട്ടൽ. അതാണ് ഇന്ദ്രജിത്തിന്റെ മരണത്തോടു കൂടി തെറ്റിയത്. പല സമയത്തായിട്ട് ഉത്തമയായിട്ടുള്ള ഒരു പത്നിയുടെ പാരമ്പര്യം ഇന്ദ്രജിത്തിന്റെ അമ്മ, അതായത് രാവണന്റെ ഭാര്യ മണ്ഡോദരി, അവര് കാണിച്ചിട്ടുണ്ട്. പല സമയത്തും ഈ രാവണന്റെ ഈ ദുഷിച്ച ശീലങ്ങളെ അതിനിശിതമായിട്ട് തന്നെ എതിർത്തിട്ടുണ്ട് മണ്ഡോദരി. രാമന് സീതയെ തിരിച്ചു കൊടുക്കാനും രാജ്യത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കാനും പലതവണ ആ ധർമ്മപത്നി രാവണനെ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്ത്രീയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ രാവണൻ ഒരു കാലത്തും സന്നദ്ധനായിരുന്നില്ല. വീരന്മാരെ പോലെ എൻ്റെ മരണം സംഭവിക്കട്ടെ എന്ന നിശ്ചയത്തിലാവാം രാവണൻ യുദ്ധത്തിന് പുറപ്പെടുന്ന രംഗമാണ് പിന്നീട് രാമായണത്തിൽ നമ്മൾ കാണുന്നത്. ആദ്യമായി രാമനും രാവണനും പരസ്പരം കാണുന്ന രംഗം. അത്യധികം ഘോരമായിട്ടുള്ള വാശിയോടുകൂടി രണ്ടുപേരും വലിയ ആക്രമണങ്ങൾ നടത്തിയെന്നാണ്. ശക്തി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ശൂലം രാവണൻ ലക്ഷ്മണന് നേരെ പ്രയോഗിച്ചുവെന്നും അത് ലക്ഷ്മണനെ ബോധരഹിതനാക്കിയെന്നും അതിൽ നിന്ന് ലക്ഷ്മണനെ കരകയറ്റാനായി ഹനുമാൻ സ്വാമി വീണ്ടും ഹിമാലയത്തിൽ ചെന്ന് ചില ഔഷധങ്ങൾ കൊണ്ടുവന്നു എന്നുമൊക്കെ രാമായണത്തിൽ പലതവണ പറയുന്നുണ്ട്. ലക്ഷ്മണന് ഈ ശക്തി എന്ന് പറയുന്ന ആയുധത്തിന്റെ ക്ഷതമേൽക്കുമ്പോൾ ഭഗവാൻ രാവണനെ നോക്കി പറയുന്നുണ്ട്, നിന്റെ ആയുസ് എൻ്റെ കൈകൊണ്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇല്ലാതാവാൻ പോകുകയാണ് രാവണ. പിന്നീടാണ് രാമരാവണ യുദ്ധത്തിന്റെ മറ്റൊരു ഘട്ടം നമ്മൾ കാണുന്നത്. രാവണൻ ലങ്കാധിപതി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ സന്നാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് അദ്ദേഹത്തിന്റെ സാരഥിയും അദ്ദേഹത്തിന്റെ രഥവും. ഒരിക്കൽ രാമന്റെ കൈകൊണ്ട് രാവണൻ മരിക്കും എന്നൊരു ഘട്ടം വന്ന സമയത്ത് രാവണന്റെ സാരഥി അതിവേഗത്തിൽ രഥത്തെ പുറകിലേക്ക് എടുക്കുകയും രാമന്റെ ബാണത്തിൽ നിന്ന് രാവണന്റെ ശരീരത്തെ തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ രക്ഷിച്ച സാരഥിക്ക് രാവണൻ സമ്മാനം കൊടുത്തു എന്നൊക്കെ രാമായണത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പലപ്പോഴും നമുക്ക് തോന്നും, ഇദ്ദേഹത്തിന് ഇത്രയധികം സന്നാഹങ്ങളൊക്കെ ഉണ്ട്, പാവം ഭഗവാൻ എന്ത് സന്നാഹമാണ് ഉണ്ടായിരുന്നതെന്ന്. അദ്ദേഹത്തിന് ഒരു സന്നാഹത്തിന്റെ ആവശ്യമില്ല, സാക്ഷാൻ ഹനുമാൻ സ്വാമി തന്നെ അദ്ദേഹത്തിന്റെ പക്ഷത്തുണ്ട് താനും. എങ്കിലും ഒരു യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ ചില സന്നാഹങ്ങളൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഇന്ദ്രൻ തൻ്റെ സാരഥിയായിട്ടുള്ള മാതലിയെയും ഒരു രഥത്തെയും രാമന് കൊടുത്തു എന്നുമാണ്. ആ രഥത്തിൽ കയറിയാണ് രാവണനുമായിട്ടുള്ള യുദ്ധം പിന്നീട് ഭഗവാൻ നടത്തുന്നത്. ആ സമയത്ത് പലപ്പോഴും മാതലി പലതരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ ഭഗവാന് കൊടുക്കുന്നതായിട്ടും കാണാം. പിന്നെയും യുദ്ധം കുറച്ച് നീണ്ടുപോകുന്നു എന്ന് തോന്നിയ സമയത്ത് ആ യുദ്ധവേദിയിൽ അഗസ്ത്യ മഹർഷി പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അഗസ്ത്യ മഹർഷിയെ കണ്ടതോടുകൂടി രാമൻ ചെന്ന് നമസ്കരിക്കുകയും അദ്ദേഹത്തെ വേണ്ട ഉപചാരങ്ങൾ നൽകുകയും ചെയ്തു. ഈ സമയത്ത് അഗസ്ത്യ മഹർഷി വിശേഷപ്പെട്ട ഒരു മന്ത്രം അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു ശ്രീരാമസ്വാമിക്ക്. ആ മന്ത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം. സൂര്യദേവനെ പരബ്രഹ്മമായിട്ട് കണ്ടുകൊണ്ട് ഉപാസിക്കാനുള്ള മന്ത്രമാണ് ആദിത്യ ഹൃദയം. ആദിത്യ ഹൃദയം ആരാണോ നിത്യം ചൊല്ലുന്നത് അവർക്ക് ശത്രുനാശം ഉണ്ടാവുകയും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുകയും ചെയ്യും എന്നുമാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. ആ ആദിത്യ ഹൃദയ മന്ത്രം ശ്രീരാമന് അഗസ്ത്യ മഹർഷി ഉപദേശിച്ചു കൊടുത്തു എന്നുമാണ്. വീണ്ടും യുദ്ധം തുടങ്ങി. യുദ്ധം നീണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഇനിയും വൈകരുത് എന്ന് തോന്നിയ ഭഗവാൻ തൻ്റെ കയ്യിലുള്ള പിതാമഹാസ്ത്രം എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു അസ്ത്രം, അതിൽ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ചൈതന്യം കൂടി ഉള്ളൊരു അസ്ത്രമാണ്. ആ അസ്ത്രം എടുത്തുകൊണ്ട് അതിൽ ആദിത്യ ഹൃദയ മന്ത്രത്തെ സ്മരിച്ചുകൊണ്ട് രാവണന്റെ ഹൃദയത്തിന് നേരെ ആ അസ്ത്രം അയച്ചു എന്നാണ്. അതിനു മുമ്പ് ഭഗവാൻ അയക്കുന്ന അസ്ത്രങ്ങൾ കൊണ്ട് രാവണന്റെ പല തലകൾ ഇല്ലാതാവുകയും ആ തലകളുടെയൊക്കെ സ്ഥാനത്ത് പുതിയ തലകൾ വന്നു എന്നൊക്കെ കഥയിൽ കേൾക്കാം. എങ്കിലും ഇനി ഈ മായ തുടർന്നുകൊണ്ട് പോകണ്ട എന്ന് നിശ്ചയിച്ച ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ദിവ്യാസ്ത്രം കൊണ്ട് രാവണന്റെ ഹൃദയത്തിന് നേരെ അസ്ത്രം അയക്കുകയും രാവണന്റെ വധം അതോടുകൂടി
ഒരു മനുഷ്യൻ്റെ കൈകൊണ്ട് എൻ്റെ മരണം സംഭവിക്കണം എന്ന് പണ്ട് അദ്ദേഹം വാങ്ങിയ വരം അവിടെ വെച്ച് നടപ്പിലാവുകയും ചെയ്തു എന്നാണ്. രാവണൻ വീണു എന്ന് ലങ്ക മുഴുവൻ അറിയുന്നു. വിധവയായിട്ടുള്ള മണ്ഡോദരിയും എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം ജ്യേഷ്ഠനാണ് മൃതശരീരമായിട്ട് അവിടെ കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വിഭീഷണനും മറ്റുള്ളവരൊക്കെ വന്ന് ദുഃഖത്തോടുകൂടി ഇരിക്കുന്നത് ഭഗവാൻ കണ്ടു. ഭഗവാൻ വളരെയധികം സ്നേഹത്തോടുകൂടി വിഭീഷണനെ ആശ്വസിപ്പിച്ചു. എൻ്റെ ബാണം എന്ന് പറഞ്ഞാൽ അത് സർവ്വജന്മങ്ങളിൽ നിന്നുമുള്ള മോചനമാണ്, മോക്ഷമാണ്. തൻ്റെ ജ്യേഷ്ഠൻ മോക്ഷാവസ്ഥയെ പ്രാപിച്ചു എന്ന് മനസ്സിലാക്കിയ വിഭീഷണൻ ആ വിഷമത്തിൽ നിന്ന് മാറുകയും ഭഗവാനെ സ്മരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ലങ്കയുടെ പുതിയ രാജാവായി എല്ലാ സന്നാഹങ്ങളോടും കൂടി വിഭീഷണനെ ഭഗവാൻ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഹനുമാൻ സ്വാമിയെ താനിതാ രാവണനെ വധിച്ച് സീതയെ മോചിപ്പിക്കുകയാണ് എന്നുള്ള സന്ദേശം അറിയിക്കാനായി സീതാദേവിയുടെ അടുത്തേക്ക് ഹനുമാൻ സ്വാമിയെ ഭഗവാൻ പറഞ്ഞറിയിക്കുകയും ഹനുമാൻ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം സീതാദേവി ഭഗവാന്റെ അടുത്തേക്ക് വരുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ് ആ സമയത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ രാവണാന്തകനായിട്ടുള്ള ഭഗവാനെ നമുക്ക് ഈ രാമായണ മാസക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ദിവ്യമായിട്ടുള്ള നാമം, ആ രാമനാമം ചൊല്ലിക്കൊണ്ട് സാധിക്കുന്ന അത്രയും സമയം സ്മരിക്കാൻ സാധിക്കട്ടെ. ആ രാമനെ സദാസമയവും നമ്മുടെ മനസ്സാകുന്ന ശ്രീകോലിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുനാമത്തെ കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് എത്തിക്കാൻ ഭഗവാൻ തന്നെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.